രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടോ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടോ ഏറ്റവും എളുപ്പം ഇപ്പോഴത്തെ കാലത്ത് വിധേയരായി ജീവിക്കുകയാണ്. പെട്ടിയൊക്കെ പിടിച്ച് നേതാക്കന്മാരുടെ സൗകര്യമായിട്ട് നടക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് വലിയ കാര്യങ്ങളാണ് അവർ ചെയ്തത് എന്ന് വലിയ വായിൽ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധി. ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പുറകിൽ രണ്ടാം നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് തന്നെ ഇരുന്നിരുന്ന ആളാണ്. ഞാൻ പാർലമെന്ററി പാർട്ടി ഭാരവാഹിയായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ. അതിന്റെ മുന്നണി പോരാളിയായിട്ട് നിന്നിരുന്ന ആളാണ്. ഇന്ന് ഞാൻ കോൺഗ്രസ് ബെഞ്ചിലെ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. അതിനൊരു വ്യത്യാസമുണ്ട്. അത് പാർട്ടി പറഞ്ഞ അവിടെ ഇരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചില ആളുകൾ തീരുമാനിച്ചു ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ ഇരുത്തേണ്ട ആളാണ് എന്ന് തീരുമാനിച്ചു. എനിക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ആദ്യം, പക്ഷെ ഇപ്പം എനിക്ക് പ്രയാസമൊന്നുമില്ല. പുറകിലിരുന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ഞാൻ കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ച് അണികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല. എനിക്ക് അങ്ങനെ അണികൾ ഉണ്ടാകണമെന്ന് താല്പര്യമുള്ള ഒരാളല്ല. കേരളത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. പല പേരുകളും നമ്മൾ കേട്ടു, ആവശ്യമില്ലാത്ത പേരുകൾ. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾ വാങ്ങിച്ചെടുക്കണം. സ്ഥാനമാനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാം. ഞാനും ഇത് കണ്ടുപഠിക്കുകയല്ലേ. പക്ഷെ ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല. ഒരു വേള നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന ഒരു സ്ഥിതി നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ? അല്ല, സംഘടനാപരമായിട്ടും രാഷ്ട്രീയ അതാണല്ലോ, ഒറ്റയ്ക്കാണല്ലോ. ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം ഒരു അപകടകരമായ ഒരു അംശം എന്നിലുണ്ട് എന്ന് ഒരുപാട് പേര് കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് അങ്ങനെയില്ല. ഞാൻ കരുതുന്നിരുന്നത് എല്ലാവർക്കും എന്നോട് ഭയങ്കര വാത്സല്യമായിരുന്നു, വലിയ സ്നേഹമാണ്, അങ്ങനെയുള്ള എല്ലാവരും പെരുമാറുന്നത്. അങ്ങനെയാണ് എന്നായിരുന്നു എൻ്റെ ധാരണ. എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു എന്നായിരുന്നു എൻ്റെ ധാരണ. എനിക്ക് അതുകൊണ്ട് വലിയ വകഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും വലിയ കാര്യവും താല്പര്യവും അടുപ്പവും ബന്ധമൊക്കെ ഉണ്ട്. അതിപ്പോഴും ഞാൻ നന്നായി തുടരുന്നുണ്ട്. പക്ഷേ അങ്ങനെ കയറി ആരും സഹായിക്കാനുള്ള സാധ്യത കുറവാണ്. 14 വർഷങ്ങൾക്ക് മുമ്പ് സതീശൻ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭ വരുമ്പോൾ 2006 മുതൽ 2011 വരെ പ്രതിപക്ഷ നിരയിലിരുന്ന സതീശൻ, അന്ന് പ്രതിപക്ഷ നിരയിൽ വേണമെങ്കിൽ കോൺഗ്രസിന്റെ രണ്ടാമനെന്ന് പറയാൻ പറ്റുന്ന സതീശൻ, ഉമ്മൻചാണ്ടിക്ക് പിന്നിലായിരുന്ന സതീശൻ, 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭ വരുമ്പോൾ മന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചാൾ. പലരും സതീശനോട് നിങ്ങൾ ഇത്തവണ മന്ത്രിയാകുമെന്ന് പലരും, നേതൃത്വത്തിൽപ്പെട്ട പലരും പറഞ്ഞ ആൾ ആയില്ല, ആക്കിയില്ല. എന്തേ കാരണം ഇന്നിപ്പോൾ ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അന്നാകാതിരുന്നതും ഇന്ന് ആക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനും കാരണം അയാള് ഗ്രൂപ്പ് കളിക്കാൻ നിന്നിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ വളർത്താൻ അയാൾ പണിയെടുത്തിട്ടില്ല. അത് തന്നെയാ കാരണം. അയാൾ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഒരു ഗ്രൂപ്പിന് വേണ്ടിയും അയാൾ പണിയെടുത്തില്ല. അയാൾ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തു. അയാൾ ഇന്ന് പണിയെടുത്തതിന്റെ ഫലമാ ഈ 102 എന്ന് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോ അന്നും ഇന്നും അയാളെ പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്താൻ പലരും 102 അല്ലെങ്കിൽ 100+ എന്ന് പറഞ്ഞ സതീശൻ പറഞ്ഞ ഫിഗർ ഏറ്റുപിടിക്കാൻ ആളുകളില്ലാതിരുന്നിടത്ത് നിന്ന് സതീശൻ പറഞ്ഞ 100ലേക്ക് എത്തുമ്പോൾ, 100+ലേക്ക് എത്തുമ്പോൾ, 102ലേക്ക് എത്തുമ്പോൾ അപ്പോ കപ്പ് വാങ്ങാൻ ഇറങ്ങിയിരിക്കുക. ഈ ഇറങ്ങിയവരുടെ കൂട്ടത്തില് 2021 പിണറായി വിജയന് 2ാം ഊഴം സമ്മാനിച്ച വ്യക്തിയും ഈ കപ്പ് വാങ്ങാൻ ഇറങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഓർക്കണം. ആ വ്യക്തിയുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാ 2021 ഈ വ്യക്തി പിണറായി വിജയൻ 2ാമതും അധികാര കസേരയിൽ ഇരുന്നതിന് കാരണം ഈ വ്യക്തിയുടെ കഴിവുകേട് കാരണ. ആ വ്യക്തി നയിച്ച കാലം കൊണ്ട് പാർട്ടിയുടെ കുളം തോണ്ടി നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിച്ച് എന്നിട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ട് സതീശന്റെ കൈ കൊടുത്ത്. അപ്പൊ ഇത് കൊടുക്കുമ്പോ, സതീശനെ ഏൽപ്പിക്കുമ്പോ ആ വ്യക്തി മാറി നിന്ന് ചിരിക്കുകയായിരുന്നു ഉള്ളില്, ഇവനൊന്ന് നന്നാക്കി എടുക്കണ കാണണല്ലോ എന്ന്. എന്താ കാര്യം? കാരണം അത്രക്കും നശിപ്പിച്ചിട്ട് നാറാണക്കല്ലെടുത്തിട്ടുണ്ടായിരുന്നു. പാർട്ടി വീണ് കിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പില്ലാതെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ചെളിയിൽ മറിഞ്ഞ് നശികുശിയായി. അപ്പോൾ ആ പാർട്ടിയെ സതീശന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ മറ്റവൻ മാറി നിന്ന് ചിരിക്കായിരുന്നു. ഇവനതൊന്ന് നന്നാക്കി എടുക്കുന്നൊന്ന് കാണണമല്ലോ, ഇവനൊന്ന് കൈ പിടിച്ചു ഉയർത്തുന്നൊന്ന് കാണണമല്ലോ എന്ന്. ആ മനുഷ്യൻ 5 വർഷക്കാലം പണിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഇനിയും ഒതുക്കാനാ ഭാവമെങ്കിൽ, ഇപ്പോ ഞാൻ കോൺഗ്രസ്സുകാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കോൺഗ്രസ്സുകാരോടെന്ന് പറയുമ്പോൾ ഇപ്പം ഈ തീരുമാനങ്ങളൊക്കെ എടുത്ത് ലാസ്റ്റ് പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് പറയാനുള്ളത്,
ഇപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല, എസ്പെഷ്യലി സതീശൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വെച്ച ബോർഡുകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി പ്രഖ്യാപിക്കുന്നത് വരെ ഒരു ഒച്ച ഉണ്ടാവില്ല, അനക്കവും ഉണ്ടാവില്ല, ആട്ടവും ഉണ്ടാവില്ല. ഇനി പ്രഖ്യാപനം വരുന്നത് അത് സതീശൻ്റെ പേരല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് ജനം, എന്താണ് ജനവികാരം, അത് എങ്ങനെയാണ് അളക്കുക, അത് അളക്കാൻ തുലാസുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അറിയൂ. ഞാൻ കരുതുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നുമില്ല കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അത് ഇന്നലെ സതീശൻ അങ്ങനെ ഒരു ആഹ്വാനം നടത്താനും അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനും കാരണം സതീശന് ലഭിച്ച ചില ഉറപ്പുകൾ അല്ലെങ്കിൽ ചില ധാരണകൾ, ഇന്നലെ ഉണ്ടായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സതീശൻ അങ്ങനെ ഒരു വർത്തമാനം ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഞാൻ പറയാ, ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഇനി എന്തെങ്കിലും മാറി സതീശനല്ല എന്നുള്ളതാണ് തീരുമാനമെങ്കിൽ ഈ പാർട്ടി ഇനി നേരിടാൻ പോകുന്നുണ്ട്. ഈ ജനം ഇപ്പൊ ഇന്നലെ വെച്ച ബോർഡുകൾ എടുത്തു മാറ്റിയ ജനം ഉണ്ടല്ലോ, ഇന്നലെ തീരുമാനിച്ച പല പ്രകടനങ്ങളും ഒഴിവാക്കിയ ഈ ജനമുണ്ടല്ലോ, ആ ജനം വീണ്ടും തെരുവിലുണ്ടാകും. ജനം വീണ്ടും ഫ്ലക്സ് വെക്കും. 2021 സതീശന്റെ കൈകളിൽ പാർട്ടിയെ ഏൽപ്പിക്കുമ്പോൾ പാർട്ടി ഏതവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ തരം താഴ്ന്ന അവസ്ഥയിലേക്ക് പാർട്ടി പോകും. ജനം തിരുത്തും. അത് ഞാൻ കോൺഗ്രസിന്റെ കാര്യത്തിന് മാത്രമൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ പയ്യന്നൂരിൽ കണ്ടില്ലേ, ഒരു പ്രായമായ മനുഷ്യൻ പുറകിൽ കയ്യും കെട്ടി നടന്നിട്ടാ. വലിയ വാഗ്വാദങ്ങളില്ല, വെല്ലുവിളികളില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ആ മനുഷ്യൻ വിജയിക്കാൻ വേണ്ടി പോലുമല്ല പണിയെടുത്തിട്ടില്ല. വിജയിക്കാൻ വേണ്ടിയല്ല മനുഷ്യൻ മത്സരിച്ചത്, വിജയിക്കാനുള്ള പണിയെടുത്തിട്ടില്ല. പക്ഷേ ആ ജനം അങ്ങോട്ട് വിജയിപ്പിച്ചു കൊടുത്തത് കണ്ടില്ലേ? സിറ്റിംഗ് MLA മത്സരിച്ചിട്ടും. മനസ്സിലായില്ലേ? ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ആക്രമിച്ചും ആ പ്രായമായ കുഞ്ഞികൃഷ്ണനെ ഒരു വിഭാഗം അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോ ജനം കൂടെ നിന്നു, അടിച്ച് കയ്യിൽ കൊടുത്തു. ഇത് CPM നടന്നതാണെങ്കിൽ, ഇനി സതീശന്റെ പേരല്ല പറയുന്നതെങ്കിൽ, ഒരു കുഞ്ഞികൃഷ്ണനും ഒരു TK ഗോവിന്ദനും മാത്രമാണ് CPM ഉണ്ടായിരുന്നതെങ്കിൽ കേരളത്തില് കോൺഗ്രസ് ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അതിലേറെ ആളുകൾ ഉണ്ടാകും എന്നുള്ളത് മറക്കണ്ട. അപ്പോ CPM നഷ്ടമായത് പയ്യന്നൂരും തളിപ്പറമ്പുമാണെങ്കിൽ സതീശനെ അടിച്ച് മൂലക്കിരുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, അപ്പോ ഈ 102 ആളുകളെ അതിൽ 63 കോൺഗ്രസിന്റെയാ. ഈ 63 നിയമസഭയിലേക്ക് എത്തിച്ച ജനം, അതേ ജനം വീണ്ടും രംഗത്തിറങ്ങുമെന്നുള്ളത് മനസ്സിലാക്കിക്കോ. അപ്പോ MLA പിന്തുണയുണ്ട് എന്ന് പറയുമ്പോ ഈ MLA എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൂടി ആലോചിച്ചോ. അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഈ MLA എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ആ MLA ആരുണ്ടാക്കി, ആര് പിന്തുണ നൽകി, ആര് വിജയിപ്പിച്ചു, ആ ജനതയുടെ അഭിപ്രായത്തെ കൂടിയാണ് പുറന്തള്ളുന്നത് എന്നുള്ളതാ. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയണോ? ഈ തെരഞ്ഞെടുപ്പിന്റെ രീതി ഒന്ന് മാറിയിരുന്നെങ്കിൽ കേരളത്തിലെ ആകെ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി കസേരയിലേക്ക് മാത്രമായിരുന്നെങ്കിൽ സതീശൻ പാട്ടും പാടി വിജയിച്ച് പിണറായി വിജയനല്ല ആര് വന്ന് മത്സരിച്ചാലും കേരളത്തിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ്, ഒരൊറ്റ മണ്ഡലം, 140 ഒന്നുമില്ല. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ്, ഒരേ ഒരു സീറ്റ്, മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള മത്സരം, അതായിരുന്നെങ്കിൽ കൃത്യമായിട്ട് സതീശൻ അവിടെ കയറിയിരുന്നേനെ. മനസ്സിലായില്ലേ? അത് ജനം അതാണ് തീരുമാനിച്ചത്. ഇത് അങ്ങനെ അല്ലാതുകൊണ്ടാണ്, നമ്മളെ തെരഞ്ഞെടുപ്പ് രീതി മറ്റൊരു രീതിയിലായതുകൊണ്ടാണ് ഈ MLA പിന്തുണ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് വലിയ ഉമ്മാക്കി കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ആവർത്തിച്ച് പറയുന്നു, സതീശനെ കണ്ടിട്ടാ ജനം വോട്ട് ചെയ്തിരിക്കുന്നത്. ജനമെന്ന് പറഞ്ഞാൽ ഇത് മെജോറിറ്റിയുടെ കാര്യമാണ്. അതല്ലാത്തവരും ഉണ്ടാകും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ പിണറായി വിജയന് വോട്ട് ചെയ്ത ആളുകളില്ലേ, അവർ സതീശനാണ് വോട്ട് ചെയ്തത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ വോട്ട് ചെയ്ത ആളുകളുണ്ട്. വോട്ട് ഇപ്പോൾ പല ആളുകൾക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സതീശനാണ് വോട്ട്, സതീശന്റെ നിലപാടിനാണ് വോട്ട്, സതീശന്റെ കാഴ്ചപ്പാടിനാ വോട്ട്, സതീശൻ മുഖ്യമന്ത്രി ആകുന്നത് കാണാനാ വോട്ട് എന്ന് പറയുമ്പോൾ അത് മെജോറിറ്റി അതാണ് എന്നുള്ളതാണ് അർത്ഥം, അല്ലേ? ഇപ്പൊ ഞാനത് പറയാൻ കാരണം ഇന്നിപ്പോ എൻ്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഉണ്ട്, ഞങ്ങളൊന്നും സതീശന് മുഖ്യമന്ത്രി ആവാൻ വോട്ട് ചെയ്തല്ലെന്ന്.
ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളും ചിലപ്പോൾ അറിയുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? അതിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. പിണറായി വിജയൻ വോട്ട് ചെയ്ത ആളുണ്ടല്ലോ. CPM-ന്റെ 35, LDF-ന്റെ 35 ആളുകൾ നിയമസഭയിലുണ്ടല്ലോ. അവർക്ക് കിട്ടിയ വോട്ട് സതീശനെ മുഖ്യമന്ത്രിയാക്കാനാണോ? അല്ലല്ലോ. അവർക്ക് കിട്ടിയ വോട്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാനാ. അതില്ലെന്നല്ല, ഒരു പൊതുസമൂഹം എന്ന് പറയുന്ന മെജോറിറ്റിയും ചെയ്തിരിക്കുന്നത് സതീശനെ മുഖ്യമന്ത്രിയായി കാണാൻ വേണ്ടിയിട്ടാ. മനസ്സിലായില്ലേ? അപ്പോ പിണറായി വിജയന് വോട്ട് ചെയ്തിട്ട് ചില ആളുകൾ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ വോട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അഭിപ്രായം പറയാ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവണമെന്ന്. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. KC വേണുഗോപാലിന് വോട്ട് ചെയ്തിട്ട് വന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിണറായി വിജയന് വോട്ട് ചെയ്തിട്ട് വന്നിട്ട് പറയാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന്. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് വിറ്റകളോട് പറയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യനെ അയാള് കുറേ കാലങ്ങളായിട്ട് അയാൾ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുക. പഴയതൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് നോക്കാം, അതൊക്കെ അങ്ങോട്ട് മൈനസ് ചെയ്ത് അതൊക്കെ അങ്ങ് തട്ടി ഒഴിവാക്കി അതിൽ ചർച്ചകളില്ല എന്ന് കരുതാം. പക്ഷേ അന്ന് ചെയ്ത പോലെ ഇന്നും ചെയ്യാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ കണ്ടതൊന്നും ആയിരിക്കില്ല കേരളം കാണാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ടതൊന്നും ആയിരിക്കില്ല കേരളം കാണാൻ പോകുന്നത്. ഈ വിജയിപ്പിച്ച് വിട്ട ആളുകളെയൊക്കെ പരാജയപ്പെടുത്താനും ജനത്തിന് അറിയാം എന്നുള്ളത് മറക്കണ്ട. അപ്പോ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ജനം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ വികാരത്തിനൊപ്പം നേതൃത്വം നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ നേതൃത്വം നിന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സ്റ്റാൻഡിലാണ് ഉള്ളത്. ഇനി എന്താണ് പ്രൊസീജിയർ? എത്രയും പെട്ടെന്ന് അത് തീർത്തിട്ട് ഒരു പ്രഖ്യാപനം അങ്ങ് ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? 5 കൊല്ലം ഓടി നടന്ന് പണിയെടുത്തൊരു മനുഷ്യൻ ഒരു പാർട്ടിയെയും ഒരു മുന്നണിയെയും കൈപിടിച്ചുയർത്തിയിട്ട് അധികാരത്തിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അല്ല, അത് കപ്പ് വാങ്ങാൻ ഞാൻ വരാം എന്ന് പറയുന്ന ആ ഏർപ്പാടുണ്ടല്ലോ, അത് വേണ്ട എന്നുള്ളത് തന്നെയാ. ഇനി അതാണ് തീരുമാനമെങ്കിൽ ജനങ്ങളുടെ മറ്റൊരു തീരുമാനം കൂടി നിങ്ങൾ കാണേണ്ടി വരുമെന്നുള്ളത് ഓർത്തോ. ഇനിയിപ്പോൾ ആരാണെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സതീശനെ മാറ്റി നിർത്തിയിട്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിട്ട് ആ കസേരയിലേക്ക് KC വേണുഗോപാലിനെ വിജയിപ്പിച്ച് കൊണ്ടുപോയി നിർത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റി. കാരണം അങ്ങനെ നിങ്ങൾ കരുതിയാൽ ജനം ആ വ്യക്തിയെ അടിച്ച് മൂലക്കിരുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്നുള്ളതാണ്.